ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു പിഴവും ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആക്രമണത്തിലൂടെ പാകിസ്ഥാന്റെ 13 വ്യോമത്താവളങ്ങൾ തകർത്തു. ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്ന ഒറ്റ സാറ്റലൈറ്റ് ദൃശ്യം പോലും പുറത്തു വന്നിട്ടില്ല എന്നും അജിത് ഡോവൽ പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ്, നേരത്തെ ഇതിൽ ഒക്കെ കുറച്ച് വിശദീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. അതിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു സമ്മതമൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുമുള്ളതാണ്. ഇപ്പോഴെന്താണ് അജിത് ഡോവൽ വ്യക്തമാക്കുന്നത് പുതുതായി? അനുജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അലിഗേഷൻസും പുറത്തു വരുന്നുണ്ട്. പല ആരോപണങ്ങൾ, പല പാർട്ടി നേതാക്കളും തന്ത്രപ്രധാന സ്ഥാനത്തിരിക്കുന്ന പലരുമൊക്കെ ഇത്തരത്തിൽ ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് അജിത് ഡോവൽ ഇന്ന് IIT മദ്രാസിലെ കോൺവക്കേഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ടെത്തുന്നത്. അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗിൽ ഒരു 7 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ വിദ്യാർത്ഥികളോട് സംസാരിക്കവെയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ ആക്രമണത്തിൽ ഒരു പിഴവും ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കൃത്യമായ ഓറിയന്റേഷനോടുകൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന്റെ 13 എയർ ക്യാമ്പുകൾ ഓർമ്മയായി അത് ബിഫോർ ആഫ്റ്റർ ചിത്രമൊക്കെ വെച്ച് കാണിക്കാവുന്ന തരത്തിൽ നിലംപരിശാക്കി കളഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഉദാഹരണ സഹിതം പറഞ്ഞത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം കാട്ടിത്തരാമോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഈ സാറ്റലൈറ്റുകളുടെ കാലത്ത് ഒരു ദൃശ്യം പോലും കണ്ണിൽപ്പെടാതെ പോകില്ല. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ടോ, അത് കാട്ടിത്തരാമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതായത് പൂർണ്ണാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള വാദത്തിനെ അദ്ദേഹം തള്ളുകയാണ്. ഇന്ത്യൻ അതിർത്തികളിൽ നിന്ന് വളരെ ദൂരെയുള്ള ഇടങ്ങളിലേക്ക് ഇന്ത്യക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് ചെറിയ ആക്രമണമല്ല നടത്തിയത്, മറിച്ച് ദൂരെയുള്ള പാകിസ്ഥാന്റെ പല തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളും തകർക്കാൻ കഴിഞ്ഞു. അതിന് ഇന്ത്യയുടെ തദ്ദേശീയമായ ആയുധങ്ങളും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുമാണ് ഉപയോഗിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യ ഒരു സെൽഫ് സഫീഷ്യന്റ് ഒരു രാജ്യമായി മാറുന്നു. അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രത്യാക്രമണം, അതിൽ യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു പാകിസ്ഥാന്റെ പല എയർ ക്യാമ്പുകൾ ഓർമ്മയാകുന്ന തരത്തിലേക്കുള്ള ആക്രമണമാണ് നടത്തിയത്. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിക്കളയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അജിത് ഡോവലിന്റെ കൂടുതൽ വിശദീകരണം, അതിന്റെ വിശദാംശങ്ങളാണ് മുഹമ്മദ് റഹീസ് നൽകിയത്.